He's coming back. എമ്പുരാൻ ടീസർ ജനുവരി 26. സമയത്തിന് പ്രത്യേകത. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം എമ്പുരാൻ ടീസർ ഞായറാഴ്ച എത്തും. ജനുവരി 26 വൈകിട്ട് 7 ടീസർ എത്തും. ഇരുട്ട് മാറി വെളിച്ചം പരന്നുവെന്ന് ലോകം പറഞ്ഞു പഠിപ്പിച്ചു. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷയിലായിരിക്കും ടീസർ റിലീസ്. എബ്രഹാം ഖുറേഷിയുമായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവിന് വേണ്ടി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. കണ്ണിമ വെട്ടാതെ കരുതിയിരിക്കും. അവിടെയാണ് ഇതിഹാസങ്ങൾ ജനിക്കുന്ന സത്യത്തിന്റെ ഒളിത്താവളം. ലൂസിഫറിന്റെ വൻ വിജയത്തിന് ശേഷം 2019 പ്രഖ്യാപിച്ച ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് 2023 ഒക്ടോബറിലായിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. UK, US എന്നിവിടങ്ങളോടൊപ്പം റഷ്യയിലും ഈ ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നാണ്. ലൂസിഫറിന്റെ അഭിനേതാക്കളായ പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ശശി കപൂർ, ഇന്ദ്രജിത്ത്, ബൈജു സന്തോഷ്, സാനിയ അയ്യപ്പൻ എന്നിവരും ഈ ചിത്രത്തിന്റെ ശക്തമായ സാന്നിധ്യങ്ങളിൽ ഒന്നാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമയും ലൈക്ക പ്രൊഡക്ഷനും ചേർന്നാണ്. മാർച്ച് 27 തിയേറ്ററിൽ എത്തും. അബ്രാം ഖുറേഷിക്ക് ചൈനീസ് വില്ലൻ. കളത്തിലിറങ്ങുന്നത് യക്കൂസ ഗ്യാങ്. ചുവന്ന ചൈനീസ് ഡ്രാഗണിന്റെ ചിത്രമുള്ള വെളുത്ത വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന വ്യക്തി ആരാണ്? പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയതിനു പിന്നാലെ ആരാധകർക്കിടയിൽ ചർച്ചകളും സജീവമാകുകയാണ്. പോസ്റ്റർ ഡീകോഡിംഗ് വഴി രസകരമായ സാധ്യതകളാണ് ആരാധകർ കണ്ടെത്തുന്നത്. ലൂസിഫറിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ അബ്രാം ഖുറേഷിയുമായി ഏറ്റുമുട്ടാനൊരുങ്ങുന്ന ചൈനീസ് ഗ്യാങ്ങിന്റെ തലവനാകും പോസ്റ്ററിലുള്ളതെന്ന് ഒരു കൂട്ടം ആരാധകർ വാദിക്കുന്നു. ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് ആരാണ് അബ്രാം ഖുറേഷി എന്നതിന്റെ സൂചനകൾ നൽകിയിരുന്നു. ആ ഗ്യാങ്ങിനെ ചുറ്റിപ്പറ്റിയാകും എമ്പുരാൻ എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. രാജ്യാന്തര തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള അബ്രാം ഖുറേഷിയോട് ഏറ്റുമുട്ടാൻ എത്തുന്നത് എന്തായാലും മറ്റൊരു രാജ്യാന്തര ഗ്യാങ് ആകുമല്ലോ എന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. അതിനെ ശരിവെക്കുന്നതാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ എന്ന് ആരാധകർ വാദിക്കുന്നു. ലൂസിഫറിൽ അബ്രാം ഖുറേഷിയെ കുറിച്ച് കാണിക്കുന്ന പത്രക്കട്ടിങ്ങുകളിൽ പ്രതിപാദിക്കുന്ന ഗ്യാങ്ങിന്റെ തലവന്റെ ചിത്രമായിരിക്കാം ഇപ്പോൾ പുറത്തു വന്ന പോസ്റ്ററിലുള്ളതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി. ജാപ്പനീസ് ഓർഗനൈസ് ക്രൈം സിൻഡിക്കേറ്റ് സംഘങ്ങളായ യക്കൂസ ഗ്യാങ് ആകും ഖുറേഷിക്ക് കൂട്ടർക്കും എതിരാളികളായി വരുന്നതെന്നാണ് ചർച്ച. ഒരു ചൈനീസ് കണക്ഷൻ സിനിമയിൽ ഉണ്ടെന്നത് തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ ചൈനയിൽ നിന്നുള്ള മയക്കുമരുന്ന് കച്ചവടം നിയന്ത്രിക്കുന്ന ഡാർക്ക് ലോഡ്സ് ആകും വില്ലന്മാരാകുക. ഒരു വിദേശ താരമാകും പ്രതിനായകനാകുക എന്നത് ഉറപ്പ്. ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ 2019 പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് 2023 ഒക്ടോബറിലായിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം. UK, US എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ്. ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ശശി കപൂർ, ഇന്ദ്രജിത്ത്, ബൈജു സന്തോഷ്, സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ്.
എമ്പുരാന്റെ വരവ് കാത്ത് മലയാളികൾ. ലൂസിഫറിലെ കണ്ണുകളുടെ രഹസ്യം പറഞ്ഞ് മുരളി ഗോപി. എമ്പുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം. 15-ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് കാണാതായ നീ പിന്നെയുള്ള 26 വർഷങ്ങൾ എവിടെയായിരുന്നു? ഒട്ടനവധി സിനിമകളാണ് മലയാളത്തിൽ ഇനി റിലീസിനൊരുങ്ങുന്നത്. പലതും ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രങ്ങളാണ്. അക്കൂട്ടത്തിൽ ഏവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്, എമ്പുരാൻ. ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ 2ാം ഭാഗം എന്ന നിലയിൽ വൻ ഹൈപ്പാണ് ചിത്രത്തിനുള്ളത്. ഒപ്പം മോഹൻലാൽ ചിത്രവും. എമ്പുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ ലൂസിഫറിനെ കുറിച്ച് തിരക്കഥാകൃത്തും നടനുമായ മുരളി ഗോപി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ചില കഥകൾ തീരുന്ന ഇടം, അവസാനിച്ചു എന്ന് തോന്നുന്ന ഇടം, ഇരുട്ട് മാറി വെളിച്ചം പരന്നുവെന്ന് ലോകം പറഞ്ഞു പഠിപ്പിച്ച ഇടം. ലൂസിഫറിലെ കണ്ണുകൾ ഇലുമിനാറ്റിയുടെയൊക്കെ റിഫ്ലക്ഷനാണെന്നാണ് മുരളി ഗോപി പറഞ്ഞത്. ഫിൽമി ബീറ്റിനോടായിരുന്നു നടന്റെ പ്രതികരണം. കണ്ണിമ വെട്ടാതെ കരുതിയിരിക്കും. അവിടെയാണ് ഇതിഹാസങ്ങൾ ജനിക്കുന്നത്, സത്യത്തിന്റെ ഒളിത്താവളം. യഥാർത്ഥ അഭിനയം നടക്കുന്നത് കണ്ണുകളിലാണ്. ആക്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രവും കണ്ണുകളാണ്. ഇന്റേണലി ഒരാൾ ഒരു കാര്യം ഫീൽ ചെയ്യുമ്പോഴാണല്ലോ പെർഫോമൻസിൽ അത് വരുന്നത്. He's coming back. Abram Qureshi Abram. അതാദ്യം പ്രതിഫലിക്കുന്നത് കണ്ണുകളിലായിരിക്കും. അപ്പോൾ ആ കണ്ണുകൾ പവർഫുൾ ആകുക എന്നത് ആക്ടിങ്ങിന്റെ മെയിൻ കാര്യമാണ്. പക്ഷേ ലൂസിഫറിലെ കണ്ണുകൾ എന്നത് വളരെ വ്യത്യസ്തമാണ്. കണ്ണുകൾ അതിൻ്റെ ഒരു മേജർ മോട്ടീവാണ്. അതായത് ലൂസിഫർ എന്ന തീമിൻ്റെ ഇലുമിനാറ്റിയുടെയൊക്കെ റിഫ്ലക്ഷൻ ഉള്ളൊരു സംഭവമാണ്. ലൂസിഫറിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്, അതും സ്പെസിഫിക് ആയിട്ട് എന്നാണ് മുരളി ഗോപി പറഞ്ഞത്. तू कौन है पहले ये बता. संगानी की खिचड़ी में चम्मच डालने वाले कौन है तू? ओसामा का बेटा है, गमूगा है, दाऊद है, कौन है तू बोल. अब्राम ഖുറേഷി അബ്രാം. അതേസമയം എമ്പുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം. ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ദുബായിലാകും ചിത്രീകരണം നടക്കുക. ഈ വർഷം എമ്പുരാൻ റിലീസ് ചെയ്യാൻ തീരുമാനമുണ്ടെന്നും അല്ലെങ്കിൽ 2025 ജനുവരിയിൽ ഉറപ്പായും റിലീസ് ഉണ്ടാകുമെന്നും ബിഗ് ബോസിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു. മുരളി ഗോപി തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ സുജിത് വാസുദേവാണ്. ലൂസിഫറിൽ ഉണ്ടായിരുന്ന പ്രധാന താരങ്ങളെല്ലാവരും എമ്പുരാനിലും ഉണ്ടാകുമെന്നാണ് വിവരം. ഇത്തവണ സത്യം ഗോവർദ്ധനെ തേടിയെത്തും. എമ്പുരാനിലെ ഇന്ദ്രജിത്തിന്റെ ലുക്ക് പുറത്ത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം എമ്പുരാനിലെ ഇന്ദ്രജിത്തിന്റെ ലുക്ക് പുറത്ത്. ഇന്ദ്രജിത്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് പ്രത്യേക പോസ്റ്റർ റിലീസ് ചെയ്തത്. ഇത്തവണ സത്യം ഗോവർദ്ധനെ തേടിയെത്തുമെന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. എമ്പുരാനിൽ മുഴുനീള വേഷത്തിലാകും ഇന്ദ്രജിത്ത് എത്തുക. വിദേശത്തടക്കം തനിക്ക് ഇത്തവണ ഷൂട്ടുണ്ടായിരുന്നുവെന്ന് ഇന്ദ്രജിത്ത് പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിരുന്നു. ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ 2019 പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് 2023 ഒക്ടോബറിലായിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരുന്നതെന്നാണ് വിവരം. UK, US എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ്.
ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ശശി കപൂർ, ഇന്ദ്രജിത്ത്, ബൈജു സന്തോഷ്, സാനി അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളായി ഉണ്ട്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം എമ്പുരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ്. റെക്കോർഡ് തുക. റിലീസിന് മുന്നേ പണം വാരി മോഹൻലാലിന്റെ എമ്പുരാൻ. വിദേശത്തെ റൈറ്റ്സ് വിറ്റു. മോഹൻലാലിന്റെ എമ്പുരാൻ റിലീസിന് മുന്നേ പണം വാരുന്നു. ഇന്ത്യയാകെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. എമ്പുരാന്റെ വിദേശത്തെ റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ്. ഇതുവരെ മലയാള സിനിമ നേടിയതിനേക്കാൾ ഒരു റെക്കോർഡ് തുകയ്ക്ക് ഫാർ ഫിലിംസ് ആണ് റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മോഹൻലാലിന്റെ എമ്പുരാനെ കുറിച്ച് ടൊവിനോ പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു. എമ്പുരാനിൽ ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ, റഷ്യയിലാണല്ലോ ലൂസിഫർ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. എത്ര രാജ്യങ്ങളിലാണ് പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്കറിയാം. ഞാൻ കുറെ സീക്വൻസുകൾ കണ്ടു, ഭയങ്കര അടിപൊളിയാണ്. ഞാൻ എക്സൈറ്റഡ് ആണ്. അത് മൊത്തം സിനിമയായി കാണണം. പറ്റിയാൽ അന്നത്തെ പോലെ തന്നെ തനിക്ക് രാജുവേട്ടനും ലാലേട്ടനും ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ കാണാനായാൽ ഗംഭീരമാകുമെന്നും നടൻ ടൊവിനോ അഭിപ്രായപ്പെട്ടു. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എമ്പുരാൻ സിനിമ മാർച്ച് 27-ന് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രമായി കേരളത്തിൽ ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടി രൂപയിൽ അധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എമ്പുരാനിൽ പ്രാധാന്യമെന്ന് റിപ്പോർട്ടുണ്ട്. ഖുറേഷി അബ്രാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എമ്പുരാന്റെ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഖുറേഷി അബ്രാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എമ്പുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്ത്, ജതിൻ രാംദാസായി ടൊവിനോ തോമസ് തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായും ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഛായാഗ്രാഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവാണ്. മലയാളത്തിന് പുറത്തെയും താരങ്ങൾ മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അബ്രാം ഖുറേഷിക്ക് ചൈനീസ് വില്ലൻ. കളത്തിലിറങ്ങുന്നത് യക്കൂസ ഗ്യാങ്. ചുവന്ന ചൈനീസ് ഡ്രാഗണിന്റെ ചിത്രമുള്ള വെളുത്ത വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന വ്യക്തി ആരാണ്? പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയതിനു പിന്നാലെ ആരാധകർക്കിടയിൽ ചർച്ചകളും സജീവമാകുകയാണ്. പോസ്റ്റർ ഡീകോഡിംഗ് വഴി രസകരമായ സാധ്യതകളാണ് ആരാധകർ കണ്ടെത്തുന്നത്. ലൂസിഫറിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ അബ്രാം ഖുറേഷിയുമായി ഏറ്റുമുട്ടാനൊരുങ്ങുന്ന ചൈനീസ് ഗ്യാങ്ങിന്റെ തലവനാകും പോസ്റ്ററിലുള്ളതെന്ന് ഒരു കൂട്ടം ആരാധകർ വാദിക്കുന്നു. ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് ആരാണ് അബ്രാം ഖുറേഷി എന്നതിന്റെ സൂചനകൾ നൽകിയിരുന്നു. ആ ഗ്യാങ്ങിനെ ചുറ്റിപ്പറ്റിയാകും എമ്പുരാൻ എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. രാജ്യാന്തര തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള അബ്രാം ഖുറേഷിയോട് ഏറ്റുമുട്ടാൻ എത്തുന്നത് എന്തായാലും മറ്റൊരു രാജ്യാന്തര ഗ്യാങ് ആകുമല്ലോ എന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. അതിനെ ശരിവെക്കുന്നതാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ എന്ന് ആരാധകർ വാദിക്കുന്നു. ലൂസിഫറിൽ അബ്രാം ഖുറേഷിയെ കുറിച്ച് കാണിക്കുന്ന പത്രക്കട്ടിങ്ങുകളിൽ പ്രതിപാദിക്കുന്ന ഗ്യാങ്ങിന്റെ തലവന്റെ ചിത്രമായിരിക്കാം ഇപ്പോൾ പുറത്തുവന്ന പോസ്റ്ററിലുള്ളതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി. ജാപ്പനീസ് ഓർഗനൈസ് ക്രൈം സിൻഡിക്കേറ്റ് സംഘങ്ങളായ യക്കൂസ ഗ്യാങ് ആകും ഖുറേഷിക്ക് കൂട്ടർക്കും എതിരാളികളായി വരുന്നതെന്നാണ് ചർച്ച. ഒരു ചൈനീസ് കണക്ഷൻ സിനിമയിൽ ഉണ്ടെന്നത് തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ ചൈനയിൽ നിന്നുള്ള മയക്കുമരുന്ന് കച്ചവടം നിയന്ത്രിക്കുന്ന ഡാർക്ക് ലോഡ്സ് ആകും വില്ലന്മാരാകുക. ഒരു വിദേശ താരമാകും പ്രതിനായകനാകുക എന്നത് ഉറപ്പ്. ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ 2019 പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് 2023 ഒക്ടോബറിലായിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം. UK, US എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ്. ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ശശി കപൂർ, ഇന്ദ്രജിത്ത്, ബൈജു സന്തോഷ്, സാനി അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ്. ലൂസിഫറിലെ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. പൃഥ്വി എന്നെ എമ്പുരാനിലെടുത്തു. സുരാജ്. ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാനിലെ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. സജനചന്ദ്രൻ എന്ന രാഷ്ട്രീയക്കാരനായാണ് എമ്പുരാനിൽ സുരാജ് എത്തുന്നത്. ലൂസിഫറിൽ തന്നെ ഉൾപ്പെടുത്താത്തത് പൃഥ്വിരാജിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു.
എന്നും അതുകൊണ്ട് സിനിമയുടെ രണ്ടാം ഭാഗമായ എമ്പുരാനിലേക്ക് തന്നെ ക്ഷണിക്കുകയായിരുന്നുവെന്നും തമാശയായി സുരാജ് പറയുന്നു. സുരാജ് വെഞ്ഞാറമൂടിന്റെ വാക്കുകൾ: ഞാനും പൃഥ്വിയും ഒന്നിച്ച് അഭിനയിച്ച ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ലൂസിഫറിലെ ഒരു തെറ്റ് പൃഥ്വിയെ ചൂണ്ടിക്കാണിച്ചു. പൃഥ്വി അത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ ശ്രദ്ധയോടെ അത് എന്താണ് എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ലൂസിഫറിൽ ഞാനില്ലായിരുന്നു, അതിന്റെ കുറവ് അടുത്ത ഭാഗത്തിൽ നികത്തണം. അത് കേട്ട് പൃഥ്വി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് കുറേ കാലത്തിന് ശേഷം എന്നെ വിളിച്ചിട്ട്, അണ്ണാ, അന്ന് പറഞ്ഞ കുറവ് ഞാൻ നികത്താൻ പോകുകയാണ് എന്ന് പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്ന സജനചന്ദ്രൻ എന്ന രാഷ്ട്രീയക്കാരനായാണ് ഞാൻ എമ്പുരാനിൽ എത്തുന്നത്. ബാക്കി ഇനി സിനിമ സംസാരിക്കട്ടെ. മാർച്ച് 27-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ പറഞ്ഞെങ്കിൽ എമ്പുരാനിൽ ഖുറേഷി അബ്രഹാമിന്റെ ലോകത്തേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കേരളത്തെ വലിയ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ഖുറേഷി അബ്രഹാമിന്റെ തിരിച്ചുവരവ് കൂടിയാണ് സിനിമയെന്ന് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം.